അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് കേറാൻ പോവുകയാണ് ഗൈസ്. ഇതാണ് ഞങ്ങളെ പ്രോപ്പർട്ടി. അപ്പൊ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. കുറേ നീണ്ട കുറച്ച് ഇനിപ്പുറത്ത് നിന്നെടുത്തോ എന്നാൽ പിന്നെ അത് കാണാം. അപ്പോൾ നമ്മളെ റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ പൂളുണ്ട്, വലിയൊരു പൂളാലേ. അവിടെ കിഡ്സ്, അവിടെ പിന്നെ ഇതാണ് നമ്മളെ പ്രോപ്പർട്ടി വരുന്നത്. വാട്ടർ റെഡ്ജ് എന്നാണ് ഇതിൻ്റെ പേര്. പ്ലേ ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇവിടുന്ന് അടിച്ച് പൊളിച്ച് തകർത്ത് ഉള്ളിൽ പോയി നോക്കാം ഗൈസ്. നമുക്ക് ഈ റിസോർട്ട് ഫുള്ളായിട്ട് നോക്കി നോക്കാം. ഇത് നമുക്ക് മാത്രം, ചുറ്റും വേറെ ഒന്നുമില്ല. ഇത് നമുക്ക് വേണ്ടി മാത്രം ഒരു സ്പേസ്. വേറെ ഒരു മനുഷ്യന്മാരും ഇവിടെ ഇല്ല. നമ്മൾ മാത്രം. വലിയ സീനുള്ള ഇറക്കവും കാര്യങ്ങളൊക്കെ അതിനും ഇവിടേക്ക് ഉള്ളത്. നല്ല നല്ല ആംബിയൻസ് ഉണ്ട്, നല്ല രസമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നോക്കി ഇങ്ങോട്ട് വരിക, അങ്ങോട്ടാ. ഈ കൊടും വളവ് കൂടിയാണ് നമ്മളിങ്ങനെ വന്ന്. അപ്പം വലിയ ഇങ്ങനെ ഹെവി ആയിട്ട് ഇങ്ങനെ ചുര ഇറങ്ങുന്ന മാതിരിയായിരുന്നു വളവുകളുള്ളത്. നല്ല നല്ല ഏരിയകളായിരുന്നു മൊത്തത്തിലുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൈവസിയാണ് ഇവിടുത്തെ മെയിൻ. ഇവിടെ പ്രൈവസിൻ്റെ അടിപൊളിയാണ്. പ്രൈവസി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനില്ല. അപ്പം തന്നെ സൈലൻ്റ് ആയിട്ട് കേട്ടോക്കി വേറൊരു സൗണ്ടില്ല, ഒരു വാഹനത്തിൻ്റെ സൗണ്ടില്ല. തൊട്ടടുത്ത് വേറെ പ്രോപ്പർട്ടീസോ വേറൊരു മനുഷ്യന്മാരോ ഇല്ല. ഇതിങ്ങനെ കയറി വന്നിട്ട് താഴോട്ട് ഇങ്ങനെ ഇറങ്ങണ മാതിരിയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതാണ് ടോട്ടൽ വ്യൂ എന്ന് പറയുന്നത്. അവിടെ ചെറിയൊരു സിറ്റിംഗ് ഉണ്ട്, മുകളിൽ റൂമുണ്ട്, അതിൻ്റെ അടിയിൽ 2 റൂമുകളുണ്ട്, വേറെ റൂമുകളുണ്ട്. ടോട്ടൽ നമുക്ക് 4 റൂംസാണ് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് പൂളിൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാം. ഈ ഒരു ഏരിയ അല്ലേ ഇത്, രാത്രിയാകുമ്പോൾ ഈ ലൈറ്റുകളൊക്കെ ഇങ്ങോട്ട് കത്തുമ്പം നല്ല രസമാണ്. രാത്രിയാകുമ്പോൾ ഇതിൻ്റെ വ്യൂ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. നല്ല രസമാണ്, അടിപൊളിയാണ്. പിന്നെന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു വ്യൂ നല്ല ഇതിൻ്റെ വ്യൂ ആണ്. അതായത് നല്ല മല. ഇത് എനിക്ക് തോന്നുന്നു ചെമ്പ്ര പീക്കാണെന്ന് തോന്നുന്നില്ലേ വാനു പൊന്നോ? അത് കാണുന്നുണ്ട്, ചെമ്പ്ര പീക്കാണ്. അതിപ്പോൾ പറയുകയാണെങ്കിൽ ഇവിടെ ബാച്ചിലേഴ്സിന് സംഭവം കൊടുക്കുന്നില്ല, പക്ഷേ ഇവിടെ ഫാമിലിക്കാണ് കൂടുതൽ കൊടുക്കുന്നത്. ഇപ്പോൾ പിന്നെ ഇത്രയും വലിയ പൂള്. പിന്നെ സാധാരണ ഉള്ള പോലെ തന്നെ ഇവിടെ ചെറിയൊരു കിഡ്സ് ഏരിയ ഉണ്ട്. കിഡ്സ് ഏരിയേൻ്റെ പുറമെ വലിയവർക്ക് ചാടാൻ പറ്റുന്ന ഒരു അടിപൊളി പൂളുണ്ട്. ഇവിടെ ഇത്രയും വലിയ, ഇവിടെ നല്ല ആഴം ഉണ്ടാവും. ഇവിടെ നല്ല ആഴമുള്ള ഏരിയയാണ്. ഇവിടെ ഈ സൈഡ് ഇവിടെയാണ് നമുക്ക് രാത്രി ക്യാമ്പ് ഫയർ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഇത്രയാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയ. മറ്റേ റൂമുകളൊക്കെ ഞാൻ വീഡിയോ വേറെ സെപ്പറേറ്റ് എടുത്തിരുന്നുണ്ട്. നല്ല രസമുള്ള സാധനമായിരുന്നു. അങ്ങോട്ട് നോക്കൂ, ബാനു നടന്നു വരുന്നു. സുഹൃത്തുക്കളെ, ഫിദ പാട്ട് പാടാൻ പോവുകയാണ്. ഏത് പാട്ടാങ്ങൾ പാടുന്നത്? ഏത് പാട്ടങ്ങൾ പാടാൻ ആഗ്രഹിക്കുന്ന? ഏത് പാട്ടാ പാടാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ ആര് പറഞ്ഞു മ്യാവ്. നിങ്ങൾ മോള് നല്ലോണം പാടും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അടിപൊളിയായിട്ട് പാടുകൊടും. ഇങ്ങനെ ആടൊക്കെ വേണം അതിന്റെ കൂടെ. ഇതാരോ പാടുന്നല്ലേ? ഗ്രില്ലല്ലോ. നമുക്ക് ചിക്കൻ ചുട്ട്. ഇതാണ് നമ്മള് പുറത്തുള്ള ആംബിയൻസ് ഗൈസ്. നല്ല വൃത്തിയുള്ള സ്ഥലമാണ്, നല്ല വൃത്തിയുള്ള പ്രോപ്പർട്ടിയാണ്. അയ്യോ, അപ്പം ഇരുട്ടിയായി നടക്കുന്ന ഫിദന്റെ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇവിടുന്ന് ആനൊക്കെ ഉണ്ടാകുന്ന ഏരിയ ആണിത്. ആനയൊക്കെ എന്ത് നമ്മൾ ചെറുപ്പത്തിൽ മുതൽ കണ്ട് ഉള്ള സാധനമാണ് ആനെ. നല്ല പ്രോപ്പർട്ടിയാണ്. അപ്പം ഈ പ്രോപ്പർട്ടിയെ കുറിച്ച് പറയുമ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു ഇതാണ്. എന്ത് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സെറ്റ് കുട്ടിക്ക് കളിക്കാൻ തോന്ന സ്ഥലമുണ്ട് നോക്കി. പക്ഷേ സാധാരണ പൂളിൽ ഇത്ര ഉണ്ടാവില്ലല്ലോ കുട്ടി കളിക്കാൻ. പിന്നെ അല്ല, നമ്മളിതപ്പോൾ ക്യാമ്പ് ഫയർ ഉണ്ട്. ഇവർ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നതാണ്. നമ്മൾ അവരോട് കടപ്പെട്ടിരിക്കുന്നു. പിന്നെ നമ്മളിതാ ബാർബിക്യൂ ഉണ്ടാക്കാൻ പോവാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ അടിച്ചിട്ട് ഒന്ന് കൂടി പൂളിലൊക്കെ ഒന്ന് ചാടി മേലെ പോയി ക്യാരം ബോർഡൊക്കെ കളിച്ച് ആസ്വദിക്കുന്നു. പറയും എന്തൊക്കെയാണ് റിസോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നല്ല വിശേഷമല്ല എന്നോട് ചോദിച്ചു. റിസോർട്ട് എങ്ങനെ, പൂൾ എങ്ങനെ, ഇവിടുത്തെ ആംബിയൻസ്, ക്ലൈമറ്റ് ഒക്കെ എനിക്ക് എങ്ങനെ ഇഷ്ടമായി? ഈ വയനാട്ടിൽ എത്രാമത്തെ വട്ടം വരുന്നത്? കണക്കൊന്നുമില്ല.
ഇത് നിങ്ങൾ മാത്രമേ ഉള്ളൂ? ആവശ്യത്തിന് ഇവിടുന്ന് വിറകെടുക്കാം. ഇനി വലിയ പൊട്ടി വെക്കണം. ചെറുത് നമുക്ക് പിടിപ്പിക്കാനുള്ളത്. ഈ ഭാഗത്ത് വലുതുണ്ട്, അതിങ്ങനെ വെച്ചു കൊടുത്താല് കത്തിക്കോളും. ഇതിന് നല്ലോണം കത്ത് കാപ്പിന്റെ നമുക്ക് അത്ര മതി. ആവശ്യത്തിന് കത്തിച്ചോളൂ. പിന്നെ വലിയ തണുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ല. മൂടി ഇടണേ, മഴ പെയ്താൽ നാളെ വരുന്നവർക്ക് കത്തിക്കണ്ടേ. നാളെ ഗസ്റ്റ് ഉണ്ടാവില്ലേ? വേറെ ഗസ്റ്റ് ഉണ്ടാവില്ലേ? നാളെ ഗസ്റ്റ് ഉണ്ടാവില്ലേ? നമുക്ക് ഈ മാസം ഫുള്ളാ. അപ്പോൾ ഇന്ന് നമ്മൾ ക്യാമ്പ് ഫയർ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. തികച്ചും വ്യത്യസ്തമായൊരു ക്യാമ്പ് ഫയർ ആയിരുന്നു ഇത്. വാപ്പ നോക്കി പേടിപ്പിക്കുന്നുണ്ട്. വാപ്പ ഈ അവസരത്തിൽ വാപ്പക്ക് എന്താണ് പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. ചൂടത്ത് ക്യാമ്പ് ഫയർ ഇട്ടതിനെ പറ്റി നിങ്ങൾക്ക് എന്താ അഭിപ്രായം? നല്ല ചൂടാണ്, നല്ല തണുപ്പാണ്. ഈ അവസരത്തിൽ ഈ ചൂടത്ത് എല്ലാവരും തണുപ്പിലല്ലേ, ഇങ്ങോട്ട് ഈ തണുപ്പിലല്ലേ നമ്മൾ ക്യാമ്പ് ഫയർ ഒക്കെ ഇടുക. അപ്പോൾ ചൂടത്ത് ക്യാമ്പ് ഫയർ ഇട്ടതിനെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? തണുപ്പ് വരും എന്നുള്ളത് അത് തന്നെ. അവസ്ഥയിൽ തണുപ്പില്ല, എന്നാലും ഒരു വെറൈറ്റി വൈബിന് വേണ്ടി. വൈബ്. അപ്പൊ ഈ ക്യാമ്പ് ഫയർ ചൂടത്ത് ഇടുന്നതിനെ പറ്റി എന്റെ അഭിപ്രായം എന്താ? അവർ പൊട്ടന്മാരെ അങ്ങനെ ചെയ്യും. അപ്പൊ നമ്മള് പൊട്ടന്മാർ. അപ്പൊ കാണില്ലേ ഈ എപ്പോഴാണ് നമ്മൾ ക്യാമ്പ് ഫയർ ഇടല്? നമ്മളെ തണുപ്പിൽ. ഇപ്പൊ ഇവിടെ ക്യാമ്പ് ഫയർ ഇടാനുള്ള തണുപ്പുണ്ടോ? ഇല്ലല്ലോ, ഇപ്പൊ ഇവിടെ തണുപ്പില്ല. നമുക്കിപ്പോ അർച്ചന ബാനുവിനോടും ഇത്താത്തിനോടും ചോദിച്ച് നമുക്ക് ഉത്തരം കിട്ടിയത്. ഇനി ആയിഷ മെഹറിനോട് എന്താണ് പറയാനുള്ളത് നോക്കാം. ആയിഷ മെഹറിൻ, നിങ്ങൾ എപ്പോഴാണ് ക്യാമ്പ് ഫയർ ഇടല്? ഇപ്പൊ തണുപ്പുണ്ടോ? ഇച്ചിരി തണുപ്പുള്ളപ്പോ ആരോ ക്യാമ്പ് ഫയർ ഇടോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ക്യാമ്പ് ഫയർ വെള്ളം ഒഴിച്ച് കിട്ടണം. 3 യുവത്വങ്ങൾ ഇവിടെ നിന്ന് ആടുന്നുണ്ട്. ബസ്സിലത്തത്. അപ്പൊ റയ്യാനത്ത്, നിങ്ങൾ പറയൂ, എപ്പോഴാണ് ഈ ക്യാമ്പ് ഫയർ ഇടല്? രാത്രി. അങ്ങനല്ല, ഇത് ഏത് സമയത്താണ്, ഏത് സന്ദർഭത്തിലാണ് നമ്മൾ ക്യാമ്പ് ഫയർ ഇടല്? തണുപ്പുള്ള സമയത്ത്. ഉമ്മന്റെ ഉത്തരം എന്താ? തണുപ്പുള്ള സമയത്ത്. അപ്പന്റെ കൂടുതൽ തണുപ്പുള്ള സമയം. കൂടുതലാണ്. അപ്പൊ ഇതില് കൂടുതൽ തണുപ്പുള്ളതാണ് ഉത്തരം. ഇപ്പൊ നമ്മ കൂടുതൽ തണുപ്പില്ലല്ലോ. അപ്പൊ ഇതിനെ പറ്റിയിട്ട് എനിക്കൊന്നും അറിയില്ല. ആടാൻ എങ്ങനെയുണ്ട്? സുഖമുണ്ടോ? ആടാൻ നല്ല സുഖമാണ്. സ്പീഡിൽ ആട്ടി തരണോ? എന്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ ഭർത്താവ് ഒന്ന് വരുമോ? ഭർത്താവ് വരാൻ സാധ്യത കുറവാണ്. ഭർത്താവിനോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഭർത്താവ് വന്നാൽ വളരെ നന്നായി. ഭർത്താവിന്റെ പേര് പറയും. ഇനി നമുക്ക് ഇന്ന് ആനിവേഴ്സറി ഇല്ല. പോലെ ആനിവേഴ്സറി ഉള്ള നെസ്രിയോട് നമ്മൾ ചോദിക്കാം. നെസ്രി, എന്താണ് നിങ്ങൾക്ക് ഈ റിസോർട്ടിനെ കുറിച്ച്? അങ്ങോട്ടോ. യാരിവൻ കല്ലും തൂക്കിപ്പോയി. പൊന്നെ പിടിച്ചോട്. ഇനി വീണ്ടും തിരിച്ച് നെസ്രിന്റെ ഈ റിസോർട്ടിനെ പറ്റി 2 വാക്ക്. നല്ല റിസോർട്ടാണ്, നല്ല രസമുണ്ട് കാണാന്. പിന്നെ ഈ റിസോർട്ടില് ഈ ടൈമിൽ ഇന്ന് ആനിവേഴ്സറി അല്ലേ, എന്താണ് നിങ്ങൾക്ക് ആനിവേഴ്സറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്താണ്? ഞങ്ങൾ 2 ഒപ്പരം ഇല്ലാണ്ട് ഫസ്റ്റത്തെ ആനിവേഴ്സറി മിസ് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക്? ഇന്നലെ വിളിച്ചപ്പോ എന്താ പറഞ്ഞേ? പെട്ടെന്ന് വരികയെന്ന് പറഞ്ഞോ? ഇന്നലെ ഒന്ന് അങ്ങനെ വിളിച്ചില്ല. ഹായ്, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഇതെന്താ ഇന്റർവ്യൂ? നിങ്ങളുടെ ഉമ്മയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഓരൊക്കെ അങ്ങോട്ട് നോക്കുന്നു. അത് സാരല്ല, പറഞ്ഞോ. നല്ലമ്മ. ഏതാണ് ആ 2 വാക്ക്? ഇതിപ്പോ ആനിവേഴ്സറിന്റെതാ. ഇവിടെ ഒരു ഗ്യാപ്പ് കൂടി, അസ്ലമിന് ഒരു ഗ്യാപ്പ്. അല്ല, ഞാനല്ല, അങ്ങനെയാണല്ലോ എന്റെ ഇത്. വേണ്ട. കേക്ക് കട്ട് ചെയ്യാണ്. ഇനിയും ദീർഘകാലം ഇതുപോലെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനും അതിന് കേക്ക് വാങ്ങിക്കാനും അത് കട്ട് ചെയ്യാനും അത് നമുക്ക് തിന്നാനുള്ള ഭാഗ്യം പഠിച്ചത്. ഇതിപ്പോ മൗലൂദ് സദസ്സാവും. ആനിവേഴ്സറി ടു വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ചെയ്ത നെസ്രിക്ക് കൊടുക്കുന്നു. ഇനി അറ്റത്തിരിക്കുന്ന അധ്യക്ഷൻ
മധ്യത്തിരിക്കുന്ന അധ്യക്ഷൻ എന്തായിരിക്കും? ചിലപ്പോൾ ബോംബായിരിക്കുമോ? ബോംബാണോ? പൊട്ടോ? നെസ്രി പേടിച്ച് വിറച്ചാണ് തുറക്കുന്നത് സുഹൃത്തുക്കളെ. അവൾക്ക് രാവിലെ എഴുന്നേറ്റ് ബസ്സിൽ പോകുന്നതിന് കൊടുക്കാനുള്ള ചില്ലറ പൈസയാണോ? കുലുങ്ങുന്നുണ്ട്. നാട്